കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ കവിതകളിലൂടെ ശക്തമായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. എറണാകുളത്തുള്ള ചേരാനെല്ലൂരിൽ 1885 ജനിച്ച ഇദ്ദേഹം 1912 രചിച്ച ജാതിക്കുമ്മി എന്നൊരു കവിതയിലൂടെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ തൊടുത്തുവിട്ടത്. ചരിത്രത്തിൽ ഇടം പിടിച്ച കായൽ സമ്മേളനമാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ കറുപ്പൻ നടത്തിയ പോരാട്ടങ്ങളിൽ ശ്രദ്ധേയമായത്. കായൽ സമ്മേളനം പുലയ മഹാസഭയുടെ രൂപവൽക്കരണത്തിലേക്കും പിൽക്കാലത്ത് നയിച്ചു. കേരള ഗാന്ധി എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരുന്നത് കെ കേളപ്പൻ എന്നൊരു പേരാവും. 1889 ജനിച്ച കെ കേളപ്പൻ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിനായുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നു. ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹങ്ങളുടെയൊക്കെ നേതൃസ്ഥാനത്ത് കെ കേളപ്പനായിരുന്നു. അയിത്തോച്ചാടനത്തിനും ഹരിജനോദ്ധാരണത്തിനുമായിട്ട് ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കേളപ്പനോടൊപ്പം തന്നെ നേതൃത്വം വഹിച്ച മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. 1878 ചങ്ങനാശ്ശേരി പെരുന്നയിൽ ജനിച്ച ഇദ്ദേഹം കേരളത്തിൽ വളർന്നു വികസിച്ച നവോത്ഥാന ചിന്തകളെ നായർ വിഭാഗങ്ങൾക്കിടയിൽ സജീവമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. നായർ സമൂഹത്തിനകത്ത് അന്ന് നിലനിന്നിരുന്ന തെറ്റായിട്ടുള്ള പല സമ്പ്രദായങ്ങളെയും രീതികളെയും അദ്ദേഹം ശക്തിയുക്തി എതിർത്തു. 1914 ഒക്ടോബർ 31 നായർ സമുദായ പ്രത്യജന സംഘം രൂപവൽക്കരിച്ചു. ഈ സംഘടനയാണ് പിൽക്കാലത്ത് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS ആയിട്ട് മാറിയത്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭൻ തന്നെയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച മുൻ SNDP സെക്രട്ടറിയാണ് TK മാധവൻ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശവാഹകനും പ്രയോക്തവുമായ ഇദ്ദേഹം 1885 ജനിച്ചത്. അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി TK മാധവൻ നിരന്തരം പോരാടി. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റൊരു പ്രമുഖ ശിഷ്യനായിട്ടുള്ള പത്മനാഭൻ പൽപ്പു എന്ന P. പൽപ്പു ആണ് തിരുവിതാംകൂർ ഈഴവ സഭയുടെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കണമെന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യം.